My name is Madhav. I just saw the movie Malayalam from India. ഇതേപോലെ തോട്ട് പ്രൊവോക്കിംഗ് സിനിമയാണ്. ലിറ്റിൽ ബിറ്റ് ഓഫ് എവറിത്തിങ് ഉണ്ടായിരുന്നു. ഇന്റർവെല്ലിന് ശേഷം ഒരു 5 മണിക്കൂർ ഫീലാണ് പടം. ഈ ഒരു വർഷം ഇതുവരെ കണ്ടെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല സിനിമയായിരുന്നു. ഇറ്റ് ഹാഡ് എ റിയലി ഗുഡ് മെസ്സേജ് യൂത്തിന് വേണ്ടി. സോ എല്ലാവരും വന്ന് കാണണമെന്നാണ്. ഇതേപോലെ തോട്ട് പ്രൊവോക്കിംഗ് സിനിമയാണ്. ലിറ്റിൽ ബിറ്റ് ഓഫ് എവറിത്തിങ് ഉണ്ടായിരുന്നു. നിവിൻ പോളി നല്ലായിരുന്നു. സപ്പോർട്ടിംഗ് ആക്ടേഴ്സും സൂപ്പറായിരുന്നു. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ആണെന്ന് തന്നെ പറയാൻ വളരെ നല്ലത്. ഇന്റർവെൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്റർവെല്ലിന് ശേഷം ഒരു 5 മണിക്കൂർ ഫീലാണ് പടം. അപ്പം ഭയങ്കര ലാഗാണ്, തീരെ പോരാ. ആ പഴയ വർഷങ്ങൾക്ക് ശേഷം അത് നിന്നാൽ മതിയായിരുന്നു. ആ ഒരു സെറ്റപ്പ് മതിയായിരുന്നു. ഇന്റർവെൽ വേറൊരു ടെറൈനായിരുന്നു. ഇന്റർവെല്ലിന് ശേഷം പശ്ചാത്തലം മാറിയപ്പം പടം മൊത്തം കയ്യിൽ നിന്ന് പോയി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണ് എടുത്തു പറയാന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരുപാട് കണക്റ്റായി. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഇതും നമ്മുടെ നാടും എല്ലാം ലൈക്ക് വെളിയിലൊക്കെ പോയി ജോലി ചെയ്യുന്നൊക്കെ ഭയങ്കരമായിട്ട് പടം കണക്റ്റാവും. ഇന്നത്തെ യൂത്തിന്റെ ആ ഒരു ഇതും മൈൻഡ് സെറ്റും കാര്യങ്ങളും പിന്നെ അറിയാലോ, ഇലക്ഷനൊക്കെ ഇപ്പോൾ കഴിയുള്ളൂ. അപ്പം എല്ലാം കൊണ്ടും കണക്റ്റായി ഭയങ്കരമായിട്ട് പടം. പിന്നെ മേക്കിംഗ്, ഡയറക്ഷൻ ഒരു രക്ഷയില്ല. പിന്നെ ഷാരിസ് മുഹമ്മദിന്റെ സ്ക്രിപ്റ്റാണ്. പുള്ളിക്കാരൻ്റെ ഒരു സ്ക്രിപ്റ്റിന് നമുക്ക് അറിയാം. ജനഗണമനയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും പടം ഭയങ്കരമായിട്ട് ഇതാവും. നൈസ് പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഒരു വർഷം ഇതുവരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ രാഷ്ട്രീയക്കാരെ തേച്ചോട്ടിക്കുന്ന പരിപാടി ഉണ്ടോ അതിൽ? അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും ആർക്കൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ജനങ്ങളാണ്. നമുക്ക് ഇവിടെ വോയിസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക, അതിനനുസരിച്ച് തീരുമാനമെടുക്കുക. ഒരിക്കലും മതമല്ല രാഷ്ട്രീയം. മതം പറയുന്നവർ രാഷ്ട്രീയക്കാരുമല്ല. എത്ര പറയാം. നിവിൻ പോളി അങ്ങനെ ഉണ്ടാകും. നിവിൻ പോളി എനിക്കിതിനകത്ത് പെർഫോമൻസ് എടുത്ത് പറയാനാണെങ്കിൽ നിവിൻ പോളി കിടിലായിരുന്നു. ധ്യാൻ സിംഗിൽ ആരും ലൈക്ക് കുറവായിട്ട്. മഞ്ജുപിള്ള നൈസായിരുന്നു. പിന്നെ അതിനകത്തൊരു ക്യാരക്ടറുണ്ട്, എനിക്കെൻ്റെ പേര് എനിക്കറിയില്ല, ഫസ്റ്റ് ടൈം കാണാം. കിടിലായിരുന്നു ലിറ്ററലി. അതിനകത്ത് പുള്ളിക്കാരൻ കംപ്ലീറ്റ് സ്കോർ ചെയ്തു. സെക്കൻഡ് ഹാഫ് പുള്ളിക്കാരൻ്റെ കയ്യിലാണ്. പുള്ളിക്കാരൻ്റെ ആ ഒരു ചിരി, ആക്ടിങ് ഒരു രക്ഷയില്ല. ഓവറോൾ പടം ഒരു രക്ഷയില്ല. ക്ലിക്കായി ബ്രോ. ഈ വർഷത്തെ ബെസ്റ്റ് പടം. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എന്ത് പറ്റി? ലാഗുണ്ട്. ലാഗാണോ പ്രശ്നം? കഥയില്ല, ഏൽപ്പിച്ചുകൊണ്ട്. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് കുഴപ്പമില്ല. ഫുൾ ഫണ്ണാന്ന് വിചാരിച്ച, പക്ഷെ അങ്ങനെയല്ല. ജനഗണമന പോലെ തന്നെ അത് അങ്ങനെ രാഷ്ട്രീയം പറയുന്നുണ്ട് കൃത്യമായിട്ട്. പുള്ളിയുടെ രീതി അത് തന്നെ. ലിജോ ജോസ് പക്ക മൂവി. രാഷ്ട്രീയക്കാരെ തേച്ചൊട്ടിച്ചിട്ടുണ്ടോ പാർട്ടികളെ? അങ്ങനെ പാർട്ടികൾ അങ്ങനെയല്ല, മൊത്തം രാജ്യസ്നേഹവും അങ്ങനത്തെ കുറേ ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടെ നിവിൻ പോളി തിരിച്ചു വന്നു എന്നാണോ? തിരിച്ചു വന്നു എന്ന് അങ്ങനെ പറയാൻ പറ്റൂല, പക്ഷെ അത്ര എന്റർടൈനിങ് ആയില്ല. My name is Madhav. I just saw the movie Malayalam from India. I'm a huge Niven Pauly fan and I'm really satisfied. His acting was very good. For the past few years he has been having a lot of flops, a series of flops. This is like a comeback for him, and unexpected like plot and all from the songs that we saw. We thought it was going to be like a pure comedy film, but it was an unexpected twist that we got. So it's a must watch in the theaters. It's very good. പടങ്ങളോ എന്താണ് ഇഷ്ടപ്പെട്ടത് പടം? ഇഷ്ടപ്പെട്ടു, എല്ലാം നന്നായിട്ടുണ്ട്. പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിവിൻ തിരിച്ചു വന്ന്. ഒരു രാഷ്ട്രീയമാണോ പറഞ്ഞു? പൊളിറ്റിക്സ് ഉണ്ട്, പിന്നെ നല്ലൊരു മെസ്സേജും. ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ തേച്ചൊട്ടിക്കുന്ന പരിപാടി ഉണ്ടോ? അതേപോലെ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും കൊള്ളും. കൊള്ളും ബ്രോ പടം. സീരിയസ്ലി നല്ല പടം, കൊള്ളാം. ഒരു സോഷ്യൽ മെസ്സേജ് കൊണ്ട് പൊളിറ്റിക്സിനെ കളിയാക്കുന്നുണ്ട്. പിന്നെ കോമഡി കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നീം പോളി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പൊ ഒരുപാട് പേര് പറഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗ് ആയി പോയി. 5 മണിക്കൂറൊക്കെ അങ്ങനെ സംഭവമൊന്നുമില്ല. ജസ്റ്റ് ട്രാക്കിലോട്ട് കയറാൻ ടൈം എടുത്തു. സെക്കൻഡ് ഹാഫ് അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കോമഡി ഉണ്ട്. കോമഡിയും ആ പൊളിറ്റിക്സും രണ്ടും മിക്സ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. ഡയറക്ടറിന്റെ ഫിലിം പോലെ തന്നെ ലാസ്റ്റ് വന്നിട്ട് ഒരു നല്ല ഇത് കൊടുത്തിട്ട് ഒരു നല്ല ഒരു തോട്ട് കൊടുത്തിട്ട് സിനിമ അവസാനിക്കും. ഈ സിനിമ ഫസ്റ്റ് ഹാഫ് നല്ല ജനഗണമന പോലെ നല്ല അഡ്വഞ്ചറായിട്ട് പോയി. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പം നോർമൽ ഫീൽ ഗുഡായിട്ട് പോയി. ടോട്ടലി മൂവി കൊള്ളാം. ഈ പൊളിറ്റിക്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അത്. ഫസ്റ്റ് ഹാഫ് പൊളിറ്റിക്സ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് വെച്ച് ഒരു ഈ ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു മലയാളി ഫ്രം ഇന്ത്യ അങ്ങനത്തെ രീതിയിൽ കൊണ്ടാക്കി വെച്ചു. കൊള്ളാം. എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. അറിയത്തില്ല, നിങ്ങൾ കണ്ടിട്ട് പറയും.